നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പ്രഹരത്തിന് പിന്നാലെ അടിത്തറയിളക്കിയ CPM സംസ്ഥാന ഘടകത്തിൽ വീണ്ടും രൂക്ഷമായ പാളയത്തിൽ പടിയും വിഭാഗീയതയും മറനീക്കി പുറത്തുവരികയാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഔദ്യോഗിക നേതൃത്വം രാജിവെക്കണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം പരസ്യമായി രംഗത്തെത്തിയതോടെയാണ് ഒരിടവേളയ്ക്ക് ശേഷം AKG സെന്റർ വീണ്ടും പോർക്കളമാകുന്നത്. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് പിണറായി വിജയനെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് MV ഗോവിന്ദനെയും പടിക്ക് പുറത്താക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയുള്ള നീക്കങ്ങൾക്ക് പിന്നിൽ സാക്ഷാൽ കണ്ണൂരിൽ നിന്നുള്ള ഉന്നത നേതാക്കൾ തന്നെയാണ് അണിനിരന്നിരിക്കുന്നത് എന്നത് AKG സെന്ററിനെ വിറകൊള്ളിക്കുന്നുണ്ട്. സംസ്ഥാന നേതൃത്വത്തിന്റെ വീഴ്ചകൾ ഓരോന്നായി എണ്ണിപ്പറഞ്ഞ് കുറ്റവിചാരണ ചെയ്യുന്ന കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് ചോർന്ന് പുറത്തു വന്നതാണ് നേതൃത്വത്തിന്റെ ഉറക്കം കെടുത്തിയിരിക്കുന്നത്. പാർട്ടി സംസ്ഥാന നേതൃയോഗങ്ങൾ ആരംഭിക്കുന്ന അതേ ദിവസം തന്നെ സ്വന്തം നേതൃത്വത്തെ നാണം കെടുത്തുന്ന കേന്ദ്ര കമ്മിറ്റിയുടെ രഹസ്യ റിപ്പോർട്ട് മാധ്യമങ്ങളിലെത്തിയത് ആസൂത്രിത വെട്ടിനിരത്തലിന്റെ ഭാഗമാണെന്ന് വ്യക്തമാണ്. തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ വൻ ഹിമാലയൻ അബദ്ധങ്ങളും പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയ സംഭവങ്ങളും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ A പത്മകുമാറിനെ സംരക്ഷിക്കാൻ കാണിച്ച അനാവശ്യ ധൃതിയുമെല്ലാം കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിലൂടെ വീണ്ടും ചർച്ചയാവുകയാണ്. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വം വിവാദമായപ്പോൾ അതിൽ കൃത്യമായി ഇടപെടാൻ സെക്രട്ടറി MV ഗോവിന്ദന് കഴിഞ്ഞില്ലെന്നും വീഴ്ച പറ്റിയെന്നും ജനറൽ സെക്രട്ടറി MA ബേബി മുൻപ് തുറന്നടിച്ചിരുന്നു. എന്നാൽ അന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ ബേബിയെ തള്ളിപ്പറഞ്ഞ് അഹങ്കാരം നടിച്ച സംസ്ഥാന നേതൃത്വത്തിന് മുഖത്തേറ്റ കനത്ത അടി കൂടിയാണ് ഈ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട്. തോൽവിയുടെ ഭാരം മുഴുവൻ കീഴ്ഘടകങ്ങളുടെയും ജില്ലാ കമ്മിറ്റികളുടെയും തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ പിണറായിക്കും ഗോവിന്ദനും ഇനി കഴിയില്ല. ജൂലൈ 11 മുതൽ 13 വരെ ഡൽഹിയിൽ നടന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ കടുത്ത ഭാഷയിലാണ് സംസ്ഥാന നേതൃത്വത്തെ വിചാരണ ചെയ്തിരിക്കുന്നത്. തീരുമാനങ്ങളെടുത്ത സംസ്ഥാന കമ്മിറ്റിയുടെ മുൻനിര നേതൃത്വം ഈ തീരുമാനങ്ങൾ മൂലമുണ്ടായ പ്രതികൂലാഘാതം കൃത്യമായി വിലയിരുത്തുന്നതിലും വിഷയങ്ങൾ പരിഹരിക്കാൻ ഉടനടി ഇടപെടുന്നതിലും പരാജയപ്പെട്ടു. അതിനാൽ ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടും വനിതകൾ, ന്യൂനപക്ഷങ്ങൾ, യുവാക്കൾ എന്നിവർക്ക് അർഹമായ പ്രാതിനിധ്യം ലഭിക്കാത്തതിലുമുള്ള പ്രധാന ഉത്തരവാദിത്തം ജില്ലാ കമ്മിറ്റികളുടെ മേൽ മാത്രം ചുമത്താനാകില്ലെന്നും ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ സംസ്ഥാന നേതൃത്വം തയ്യാറാകണമെന്നും ആവശ്യമുയരുന്നുണ്ട്. കേന്ദ്ര നേതൃത്വത്തിന്റെ ഒത്താശയോടെ പിണറായിക്കും ഗോവിന്ദനുമെതിരെ ഉയരുന്ന ഈ വെല്ലുവിളി കേവലം ഒരു വാക്പോരല്ല. സംസ്ഥാന സമിതി യോഗങ്ങളിൽ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കടുത്ത വിമർശനങ്ങളും പടയൊരുക്കവും നടക്കും. ഭരണവും പോയി പാർട്ടിയും തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഈ ഘട്ടത്തിലും കസേര വിടാൻ തയ്യാറാക്കാത്ത പിണറായി ഗോവിന്ദൻ കൂട്ടുകെട്ടിനെതിരെ അണികളിൽ രൂപപ്പെട്ട അമർഷം ഒരു വൻ പൊട്ടിത്തെറിയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല.